തൃശൂരിൽ നോമിനേഷൻ കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കം. UDF സ്ഥാനാർത്ഥിക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനായിരുന്നു നാമനിർദ്ദേശം കൊടുക്കാൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഇതിനെ മറികടന്ന NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പത്രിക കൊടുക്കാൻ ശ്രമിച്ചതാണ് തർക്കത്തിന് കാരണമായത്. നടരാജ് പരശുറാം വിവരങ്ങൾ നൽകാനായി ചേർന്നു. നടരാജ്, തെരഞ്ഞെടുപ്പ് പോരുവരെ അതിനിടെ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടയിലും തർക്കമാണോ? അങ്ങനെ പറയാം. ഇന്ന് രാവിലെ തൃശൂർ RDOയ്ക്ക് മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ എത്തിയത്. UDF സ്ഥാനാർത്ഥി രാജൻ പല്ലൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം രണ്ടാമതെത്തിയ ആലങ്കോട് ലീലാകൃഷ്ണൻ LDF സ്ഥാനാർത്ഥിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടിയിരുന്നത്. മൂന്നാമതെത്തിയ പത്മജ വേണുഗോപാലും പാർട്ടി പ്രവർത്തകരോടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ മുഹൂർത്ത സമയത്ത് പത്രിക സമർപ്പിക്കാനുള്ള താല്പര്യം BJP ക്യാമ്പ് പ്രകടിപ്പിക്കുകയും അതിന് ശ്രമിക്കുകയും ചെയ്തപ്പോഴാണ് ഇടതുപക്ഷ നേതാക്കൾ VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തർക്കിച്ചത്. ഇത് അനുവദിക്കാനാവില്ലെന്നും ചട്ടപ്രകാരം ആദ്യമെത്തിയ തങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം മാത്രമേ മറ്റ് സ്ഥാനാർത്ഥിയുടെ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും അവർ നിർബന്ധം പിടിച്ചു. ഇത് സംബന്ധിച്ച് തർക്കമുണ്ടായതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. പിന്നീട് ആലങ്കോട് ലീലാകൃഷ്ണന്റെ പത്രിക RDO സ്വീകരിച്ചു. അതിനുശേഷം അതിന്റെ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നതിന് മുമ്പ് BJP നേതാവ് പത്മജ വേണുഗോപാലിന്റെ പത്രികയും അവർ ആഗ്രഹിച്ച സമയത്ത് തന്നെ സ്വീകരിച്ചു. അതിനുശേഷമാണ് ആലങ്കോട് ലീലാകൃഷ്ണന്റെ പത്രികയുടെ പരിശോധന നടന്നത്. പിന്നീട് BJP സ്ഥാനാർത്ഥിയുടെ പത്രികയുടെ പരിശോധനയും നടന്നു. ശരി, നടരാജ് പരശുറാമാണ് വിവരങ്ങൾ നൽകി.